ഒരു ചക്കപ്പഴത്തിന് വേണ്ടിയിട്ട് ഗൗരിയും പപ്പയും കൂടെ ഭയങ്കര അടിയായിരുന്നു കേട്ടോ ഇന്ന്. ഇവർ രണ്ടുപേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ഗൗരിയുടെ സ്ഥിരം പ്ലേസാണ് ഈ പ്ലാവിൻ്റെ ചോട്ടിൽ. വീണ ചക്കയൊക്കെ അവളാണ് തിന്നണത്. പപ്പയാണെങ്കിൽ കുറേ നാൾ കൂടിയിട്ടാണ് ഒരു ചക്കപ്പഴം തിന്നാനായിട്ട് തോട്ടൊക്കെ കെട്ടി ചക്കപ്പഴം ഇട്ടത്. അത് ഇട്ട് താഴെ വീണ് കഴിഞ്ഞപ്പോൾ തന്നെ ഗൗരിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ കൊടുക്കുമോ? പപ്പ എടുത്തുകൊണ്ട് ഓടാനൊക്കെ നോക്കിയിട്ടോ. പക്ഷേ ഗൗരി ആണെങ്കിൽ ഇത് എൻ്റെ സാധനമാണ്, എനിക്ക് തന്നിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പപ്പേനെ വട്ടം ഇട്ട് പിടിക്കുകയാണ്. എനിക്ക് തോന്നണത് പപ്പ ഇട്ടുകൊണ്ട് വന്ന ചക്ക ഇവള് നോട്ടം വെച്ചാകുന്ന ചക്കയാണെന്നാ. കാരണം ഇനി സ്മെല്ലൊക്കെ കിട്ടൂലോ. പപ്പ പോയിട്ടൊരു കുഞ്ഞു ചക്കയും കൂടെ ഇട്ടു കേട്ടോ ഇവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തിട്ട് വലുത് നമുക്ക് എടുക്കാമെന്നുള്ള രീതിക്ക് പപ്പ പോയിട്ട് ചെറുത് കൊടുത്തിട്ട് വലുത് താട്ടേടിന്ന് വന്നിട്ട് അവൾ കൊടുക്കത്തില്ല. അന്നേരം പപ്പ എന്നെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് പതുക്കെ പോയി ആ ചക്ക രണ്ടും കൂടെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കാരണം ഒറ്റയ്ക്ക് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലല്ലോ, വയറൊക്കെ കമ്പിക്കൂലോ. അത് തന്നെയല്ല പപ്പയ്ക്കൊരു ചുള കിട്ടണ്ടേ. പപ്പ അതെടുത്ത് കഴിഞ്ഞിട്ട് മുമ്പിൽ ഓടി, അതിൻ്റെ പുറകെ ഗൗരിയും കൂടെ ഓടി. നല്ല രസമായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. പപ്പ ഇവള് കയറില്ലാത്ത സ്റ്റെപ്പൊക്കെ ഉള്ള വഴി കൂടെയാണ് കയറിയത്. അതുകൊണ്ട് മുഖം വീർപ്പിച്ച് നിൽക്കണെയാണ് കാണുന്നത്. നമ്മൾ കുറേ ചക്കച്ചോളയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ചക്കമടലുണ്ടല്ലോ അതൊക്കെ വെട്ടി ഇവക്ക് ആദ്യം കൊണ്ടുപോയി കൊടുത്തേ. ഇത്രയും കൊതിയൊക്കെ കാണിച്ചതല്ലേ, പിന്നെ ബാക്കിയുള്ളവർ കൂടെ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് ഓർത്തുകൊണ്ട് ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കഴിപ്പിച്ചത്. നമ്മുടെ കൂട്ടത്തിലത്തെ ഒരു വല്യേച്ചി എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ ഇവൾ നിൽക്കണേ. അപ്പോൾ ഇവക്ക് തന്നെയാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇവൾ തിന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ ഇവൾ സമ്മതിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മോന്ത് വീർപ്പിച്ച് നിൽക്കൂട്ടോ ഇപ്പം നിന്ന പോലെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.